ഹലോ. അപ്പോൾ നമ്മൾ 7th ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. 7th ചാപ്റ്ററിൻ്റെ പേരാണ് ടില്ലുജി. ആരാണ് ടില്ലുജി? ഇതാ അവിടെ കാണുന്നില്ലേ ഒരു ബോയിനെ? ഈ ബോയാണ് ടില്ലു. അപ്പം നമുക്ക് കവിതയൊന്ന് നോക്കാം. ടില്ലുജി സ്കൂൾ ഗയേ ബസ്താ ഘർ പർ ബോൾ ഗയേ. അതായത് ടില്ലുജി എവിടെയാ പോയത്? സ്കൂൾ. ടില്ലുജി സ്കൂൾ ഗയേ ബസ്ത ഘർ പർ ഭൂൽ ഗേ. അയ്യോ, ബസ്ത എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂൾ ബാഗ്. കണ്ടോ? സ്കൂൾ ബാഗ് എവിടെ വെച്ച് മറന്നുപോയി? വീട്ടിൽ. ഘർ പർ. അപ്പോൾ ടില്ലു സ്കൂളിലേക്ക് പോയി, പക്ഷേ ബാഗ് എടുക്കാൻ മറന്നുപോയി. രസ്തേ ഭർ ദേ ഡരേ ഡരേ. അപ്പം ബാഗ് എടുക്കാണ്ട്, സ്കൂൾ ബാഗ് എടുക്കാണ്ട് സ്കൂളിൽ പോയിട്ട് കാര്യമുണ്ടോ? ബുക്സും പെന്നും പെൻസിലും ഒന്നും ഉണ്ടാവില്ല അല്ലേ കയ്യിൽ. അപ്പം രസ്തേ എന്ന് പറഞ്ഞാൽ വഴി. രസ്തേ ഭർ എന്ന് പറഞ്ഞാൽ വഴി നീളെ. ഡരേ ഡരേ പേടിച്ച് പേടിച്ച്. പൗഞ്ചേ ഗേറ്റ് പർ സ്കൂളിൻ്റെ ഗേറ്റിലെത്തി. അപ്പോഴോ അരേ അരേ എന്തോ ഒന്ന് അവിടെ കണ്ടു. എന്താ കണ്ടത്? छुट्टी का नोटिस चिपका दे खुशी से फूल गया. छुट्टी का നോട്ടീസ്. അതെ, ഗേറ്റിൻ്റെ മുകളിലൊരു ചുട്ടിയുടെ നോട്ടീസ്. ചുട്ടി എന്ന് പറഞ്ഞാൽ ലീവ്. അപ്പം സ്കൂളിൽ നിന്ന് ലീവാണ്. അപ്പം പേടിച്ചവിടെ ചെന്നതായിരുന്നു, എങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്നു. പെട്ടെന്നാണ് ലീവാണ് എന്നുള്ള നോട്ടീസ് കണ്ടത്. ദേഖ് ഖുഷി സേ ഫൂൽ ഗേ. അപ്പോൾ ടില്ലുവിന് ഭയങ്കര സന്തോഷമായി. ദോനോ ബാഹോ മാ കെ താൽ ഗലേ മേ ചൂൽ ഗേ. അപ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തി, അമ്മയുടെ കയ്യിലേക്ക് ഓടിക്കേറി അല്ലേ. എന്നിട്ടിത് കണ്ടോ എന്താ ചെയ്യുന്നത്? അമ്മ അവനെ പുറത്തെടുത്തിരിക്കുകയാണല്ലേ. അവന് ഭയങ്കര ഹാപ്പിയായി. ഇതിൻ്റെ എക്സസൈസ് നോക്കാം. പഠിയേ സംജിയേ ഓർ മിലായേ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. അതാണ് ഇവിടെ എക്സസൈസ്. മിത്രോം और सहेलियों को देखकर मैं खुश होती हूँ. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എപ്പോഴും സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബോയ് ആണ്, അല്ലെങ്കിൽ ഒരു ഗേൾ ആണെങ്കിൽ ചില സെൻറ്റൻസുകൾ നമ്മൾ രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു ബോയ് ആണെങ്കിൽ നമ്മൾ ഹോത്ത, അല്ലെങ്കിൽ കർത്ത, അല്ലെങ്കിൽ ജാത്ത അങ്ങനെയാണ് ഉപയോഗിക്കുക. നേരെ മറിച്ചിട്ട് അത് പെൺകുട്ടിയാണെങ്കിലോ അത് ഹോത്തി, ജാത്തി, കർത്തി അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അധിക കാര്യങ്ങൾ നിങ്ങളൊരു ബോയ് പറയുമ്പോൾ മേ കർത്താ ഹൂം, ഗേൾ ആണെങ്കിലോ മേ കർത്തി ഹൂം. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. ഇപ്പം നിങ്ങളൊരു ബോയ് ആണെന്ന് വിചാരിക്കുക. അപ്പം സാധാരണ മിത്രോം എന്ന് സാധാരണ പറയാം. നമ്മൾ ബോയ്സിലെ ഫ്രണ്ട്സിനെയാണ് മിത്രോം എന്ന് പറയാം. സഹേലിയോം അതും ഫ്രണ്ട്സാണ്. മിത്ര എന്ന് പറഞ്ഞാലും ഫ്രണ്ടാണ്, സഹേലി എന്ന് പറഞ്ഞാലും ഫ്രണ്ടാണ്. പക്ഷേ സഹേലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെയാണ് നമ്മൾ സഹേലിയോ എന്ന് പറയാം. അപ്പം ഇത് രണ്ട് രീതിയിൽ ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒന്നെങ്ങനെയാ? ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് മിത്രോം കോ ദേക്കർ. അപ്പം ഇതിൽ നിന്ന് എന്തെടുക്കണം? മിത്രോം കോ ദേക്കർ. മേ ഖുഷ് ഹോത്ത, കാരണം അതൊരു ബോയ് ആണ് പറയുന്നത് അല്ലേ. ഗേൾ ആണെങ്കിലോ എന്ത് ചെയ്യണം? സഹേലിയോം കോ ദേക്കർ. അപ്പം നിങ്ങൾ ഗേൾ ആണെങ്കിൽ എഴുതേണ്ടത് സഹേലിയോം കോ ദേക്കർ മേ ഖുഷ് ഹോത്ത അല്ല, ഹോത്തി ഹൂം രണ്ടിലും വേണം കേട്ടോ. അപ്പോൾ മിത്രോം കോ ദേക്കർ മേ ഖുഷ് ഹോത്ത ഹേ ബോയും, സഹേലിയോം കോ ദേക്കർ മേ ഖുഷ് ഹോത്തി ഹൂം എന്നുള്ളത് ഗേളുമാണ് പറയാം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ശിക്ഷക്കോ ദേക്കർ. ശിക്ഷക് എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചറാണ് അല്ലേ. അപ്പം ശിക്ഷക്കോ, ഇവിടെ ഒരു ഓർ ഇല്ല. അപ്പം ശിക്ഷക്കോ ദേക്കർ ബോയ് ആണെങ്കിൽ എന്താ പറയുക? ശിക്ഷക്കോ ദേക്കർ മേ ഖുഷ് ഹോത്ത ഹൂം. ഓക്കെ, നിങ്ങളൊരു ബോയ് ആണെങ്കിൽ ശിക്ഷക്കോ ദേക്കർ മേ ഖുഷ് ഹോത്ത ഹൂം. ഇനി നിങ്ങളൊരു ഗേൾ ആണെങ്കിലോ ശിക്ഷക്കോ ദേക്കർ മേ ഖുഷ്
होती हूँ. ओके, शिक्षक को देखकर मैं खुश होती हूँ. അതേപോലെ നെക്സ്റ്റ് മാ കോ ദേക്കർ. മാ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അമ്മേനെ നോക്കിയാൽ അമ്മേനെ കണ്ടാൽ ബോയ് ആണെങ്കിൽ മേ ഖുഷ് ഹോത്താ ഹൂം. ഗേൾ ആണെങ്കിലോ മാ കോ ദേക്കർ മേ ഖുഷ് ഹോത്തി ഹൂം. ഈസി അല്ലേ? അത് ഇങ്ങനത്തെ സെൻറ്റൻസ് ഉണ്ടാക്കി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അത് ചെറിയ സെൻറ്റൻസ് ആണെങ്കിലും അത് റിപ്പീറ്റഡ്ലി, ഇപ്പോൾ ഇതൊക്കെ ഒരേപോലെയാണ് വരുന്നത്, പക്ഷേ അത് ഈസിയാണെന്ന് വിചാരിക്കാതെ നമ്മൾ റിപ്പീറ്റഡ്ലി അത് പറയണം. കാരണം ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പം അറിയാതെ, ഇപ്പം ഞാനൊരു ഒരു ലേഡി അല്ലേ, അപ്പം ഞാൻ മേ ഖുഷ് ഹോത്താ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് ശരിയല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ എത്ര ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെങ്കിലും അത് ശരിയായിട്ട് ഉണ്ടാക്കുക. അത് ഗേൾ ആണോ ബോയ് ആണോ എന്നനുസരിച്ച് സെൻറ്റൻസിൽ വ്യത്യാസം വരും. ഡാഷ് കോ ദേക്കർ. ഇവിടെ 2 സ്ഥലത്ത് 2 ഡാഷ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം മാ കൊടുത്തല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ദാദാ കൊടുക്കാം, ദാദി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡോഗ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ആ സാധനം ഇവിടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും? പാപ്പാ കോ ദേക്കർ മേ ഖുഷ് ഹോത്താ ഹൂം ബോയ്. പാപ്പാ കോ ദേക്കർ മേ ഖുഷ് ഹോത്തി ഹൂം ഗേൾ. ഇവിടെ നാന ഓർ ദാദി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദാദി കോ ദേക്കർ മേ ഖുഷ് ഹോത്താ ഹൂം ഒരു ബോയും, നാനി കോ ദേക്കർ മേ ഖുഷ് ഹോത്തി ഹൂം എന്നൊരു ഗേളും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ ശബ്ദോं का खेल. പഠിയേ സമझिए और लिखिए. ഇവിടെ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെറിയ വേർഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ ജോയിൻ ചെയ്തിട്ടൊരു വേർഡ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ പ്ലസ് ഗൂർ. പ്ലസ് ഗൂർ അംഗൂർ. മനസ്സിലായോ? പ്ലസ് ഗൂർ അങ്കൂർ. അങ്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേപ്സ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ വേറെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ജീർ, ഡാ, ദർ, ബർ. അപ്പം ഇതിനെ അമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ വേർഡ് ഉണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് പ്ലസ് ജീർ അഞ്ചീർ. നെക്സ്റ്റ് പ്ലസ് ധ അണ്ഡാ. പ്ലസ് ദർ അന്തർ. പ്ലസ് ബർ അമ്പർ. അപ്പം നിങ്ങൾ ഇത് ഇതേപോലെ ബുക്കിൽ എഴുതി നോക്കുക. അടുത്തതൊരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കിയാലോ. നട്ട്ഖട്ട് എന്ന് പറഞ്ഞാൽ വികൃതി, കുസൃതി അല്ലെങ്കിൽ നോട്ടി, അങ്ങനെയാണ് നട്ട്ഖട്ട് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം. നട്ട്ഖട്ട് ദിവാകർ. അപ്പം ദിവാകർ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, നല്ല വികൃതിയായിരുന്നു. ആരാ ദിവാകർ? ഇതാണ് ദിവാകർ. ദിവാകർ 5 वर्ष का नटखट लड़का है. ദിവാകർ 5 വർഷം 5 വയസ്സുള്ള നട്ട്ഖട്ട് ലഡ്ക ഹേ. നല്ലൊരു വികൃതി അയച്ചുള്ള ബോയാണ്. വികൃതി എന്ന് പറഞ്ഞാൽ ചീത്ത അർത്ഥത്തിലല്ല കേട്ടോ. വികൃതി, കുസൃതി, നോട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനിടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്ന, അങ്ങനെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ബോയ് ആയിരുന്നു. सारे दिन टिटोली करता है और सबको हंसाता है. ടിറ്റോലി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുസൃതിത്തരങ്ങൾ, പല കുസൃതിത്തരങ്ങളും, ചിലപ്പം തമാശയൊക്കെ പറയും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കും. അങ്ങനെ ടിറ്റോലി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. സാരേ ദിൻ ടിറ്റോലി കർത്താ ഹേ, ഫുൾ ഡേ കുസൃതി കാണിക്കും. ഓർ സബ്കോ ഹസാത്താ ഹേ, എല്ലാവരെയും ചിരിപ്പിക്കും. ഹസാത്താ ഹേ, ചിരിപ്പിക്കും. उसे गणित सीखने का बहुत लगन है. ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ്. അപ്പോൾ മാത്സ് അറിയാലോ, 1 2 3 4 അങ്ങനെ മാത്സ് പഠിക്കാൻ. സീഖ്ന എന്ന് പറഞ്ഞാൽ പഠിക്കാം. ഉസേ ഗണിത് സീഖ്നേക്ക് ബഹുത് ലഗൻ ഹേ, ഭയങ്കര ഇഷ്ടമാണ്. ഉസ്കി ബഡി ബഹൻ മീന ഉസ്സേ സംഖ്യായോं की जोड़ना सिखाती है और दिवाकर ध्यान से सीखता है. അതായത് ഇത് കണ്ടോ, ഇത് ദിവാകറാണ്. ഇത് ദിവാകറിൻ്റെ ബഡി ബഹൻ മീനയാണ്. അപ്പോൾ മീന ദിവാകറിന് കണക്ക് പറഞ്ഞു കൊടുക്കും. ദിവാകർ ധ്യാൻ സെ സീഖ്താ ഹെ, ഭയങ്കര ശ്രദ്ധയോടെ എല്ലാം പഠിക്കും. ദിവാകർ കഹ്താ ഹെ ഏക് ഓർ ദോ തീൻ. അപ്പോൾ ദിവാകർ എന്താ പറയുക? ഏക് ഓർ ദോ തീൻ. 1ഉം 2ഉം കൂട്ടിയാൽ 3, അല്ലെങ്കിൽ 1 + 2 = 3. അപ്പോൾ മീന ഒരു
പാട്ട് പാടും പോലെ മീന കെഹത്തി ഹേ. അപ്പോൾ ദിവാകർ ഏക് ഓർ ദോ തീൻ എന്ന് പറഞ്ഞ പാടെ മീന പറയും സപേര ബജാത്ത ബീൻ. അതൊരു പോയം പോലെ റൈമിങ് പോലെ പറയുന്നതാണ്. ഓക്കെ, അടുത്ത ദിവാകർ കഹത്ത ഹേ. ദിവാകർ എന്താ പറയുക? 3 और 4 7. 3 और 4 7. 3 + 4 = 7. അപ്പോൾ അത് പറഞ്ഞ പാടെ നീന കഹത്തി ഹേ. അത് പറഞ്ഞ പാടെ നീന പറയും ലാओ കലം ദവാത്. അപ്പോൾ മീന പറയും ലാओ കലം ദവാത്. അപ്പോൾ അതൊരു പാട്ട് പോലെ പാടാം അല്ലേ? ഏക് ഓർ ദോ തീൻ സപേര ബജാത്ത ബീൻ. 3 और 4 7. അപ്പോൾ ഇവിടുത്തെ കലം എന്ന് പറഞ്ഞാൽ പെണ്ണാണ്. ഓക്കെ, അപ്പോൾ ദിവാകർ ഈ പാട്ട് മീന കൂടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദിവാകർ ദിവാകർ ഓടിപ്പോയിട്ട് കലം ദേവാത് ലേ ആത്ത ഹേ. പെണ്ണ് എടുത്തിട്ട് വരും. और मीना उसे संख्याओं के जोड़ लिखना सिखाती. അപ്പോൾ പെണ്ണെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീന എന്ത് ചെയ്യും? ദിവാകറിനെ സംഖ്യാओं के जोड़. സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ ജോഡ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അഡീഷൻ പഠിപ്പിക്കും. എങ്ങനെയാണ് 2 നമ്പറിനെ ആഡ് ചെയ്യുകയാണെന്ന് ലിഖ്ന സിഖാത്തി. അത് എഴുതാൻ പഠിപ്പിക്കും. എന്തൊക്കെയാണ് പഠിക്കുന്നത്? 1 + 2 = 3. 3 + 4 = 7. അപ്പോൾ ദിവാകർ പെണ്ണെടുത്തിട്ട് ഇത് എഴുതി പഠിക്കും. ആജ് ഇത്വാർ കാ ദിൻ ഹേ. ആജ് ഇത്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺഡേ ആണ്. दादाजी ने आज कुल्फ़ी बनाने के लिए बहुत सारा दूध मंगाया था. आज दादाजी വീട്ടിൽ ദാദാജി ആജ് ഇന്ന് കുൽഫി ബനാനെ കെ ലിയെ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടി बहुत सारा दूध मंगाया था. बहुत सारा दूध കുറേ പാല് मंगाया था വാങ്ങിയിരുന്നു. दादी ने सवेरे 9 बजे कढ़ाई में दूध उबालने के लिए रख दिया. ഉബാൽന എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. അപ്പോൾ എന്താണ്? ദാദീനെ സവേരെ 9 ബജെ. സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ, മോർണിംഗ് 9 o'clock. കടായിമേ വലിയതാ കണ്ടോ? വലിയ കടായിമേ ദൂത് ഉബാലിനെ കിളിയെ രക്കാത. ദൂത് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. दूध को कभी माँ और कभी चाचा जी थोड़ी देर में चम्मच से ചലാത്തേ രഹേ. അപ്പോൾ ദാദി അവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെ ദൂത് കോ കബി മാ ഓർ കബി ചാച്ചാജി. ചിലപ്പോൾ കബി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അമ്മ ഓർ ചില സമയത്ത് ചാച്ചാജി. ദോടി ദേർമേ കുറച്ച് സമയത്തിൽ ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണ്. ഇത് കണ്ടോ? ഒരു അതിന് ഉപയോഗിക്കുന്ന സ്പൂണും ഉണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കും. 10 बजे तक दूध खड़ा हो गया और माँ ने उसे ठंडे होने के लिए रख लिया. അപ്പോൾ 10 बजे എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 9 o'clock. ഇപ്പോൾ 10 बजे तक दूध खड़ा हो गया. അപ്പോൾ 10 മണിയായപ്പോഴേക്കും പാലൊക്കെ ശരിയായി, നല്ല കട്ടിയായിട്ട് വന്നു. ഠണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുക്കാൻ വേണ്ടി. അപ്പോൾ ചൂടൊക്കെ മാറ്റി തണുക്കാൻ വേണ്ടി വെച്ചു. ദിവാകർ ബഡി ഉത്സുകത സെ സബ് ദേഖ് രഹാ താ. ഇതൊക്കെ ദിവാകർ ഉത്സുകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സാഹത്തിൽ, ഭയങ്കര ഇഷ്ടത്തോടെ ഉത്സാഹത്തോടെ സബ് ദേഖ് രഹാ താ. ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. 11 बजे അപ്പോൾ 11 o'clock ആയപ്പോൾ चाचाजी बाज़ार से बर्फ़ ले आए और उसे फूट कर मटके में भर दिया. അപ്പോൾ 11 o'clock ആയപ്പോൾ ചാച്ചാജി ബസാറിൽ പോയി ബർഫ് എന്ന് പറഞ്ഞാൽ ഐസ് ലേ ആയേ ഓർ ഉസെ ഫൂട്ട് കർ അതിനെ പൊട്ടിച്ചിട്ട് മഡ്കേമേ ഭർദിയ. ഇത് കണ്ടോ? ഇതാണ് മഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു കുടമാണ്, ആ ഒരു പോട്ടാണ്. അതിൻ്റെ അകത്ത് ബർഫ് കൊണ്ടുവന്നിട്ട് അതിൽ നിറച്ചു. ഉസ്മെ നമക് ബി മിലാദിയ. അതിൽ കുറച്ച് നമക് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, അപ്പം അതിൽ കുറച്ച് നമക് ബി മിലാദിയ. दादी और माँ ने गाढ़े दूध में चीनी. അപ്പോൾ ദാദി ഓർ മാ ഉണ്ടോ? മുത്തശ്ശിയും അമ്മയും ഗാഡേ ദൂത് മേ ആ ഒരു ദൂതിൽ, ആ ഒരു പാലിൽ ചീനി, കേസർ തഥാ പിസ്തെ ഓർ ബദാം കാട്ട് കർ ഡാലേ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടത്? ചീനി, പഞ്ചസാര, കേസർ, പിസ്തെ അറിയാലോ, ബദാം.
काट कर डाले മുറിച്ച് ഇട്ടു. कुल्फी के तिकोने में दूध भरकर मटके में डाल दिया. അപ്പോൾ അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയുള്ള ഒരു മട്കയിൽ നിറയെ ഐസ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിലോ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലുണ്ട്. ആ പാലിൽ കുറച്ച് ഉപ്പും പിന്നെ പഞ്ചസാരയും കേസറും പിസ്തയും ബദാമും ഒക്കെ മുറിച്ചിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തു. പഞ്ചസാരയും ഇട്ടു. എന്നിട്ട് ഈ കാണുന്നില്ലേ, ഇതാണ് കുൽഫി ഉണ്ടാക്കുന്ന മോൾഡാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് കുൽഫി ഉണ്ടാക്കുന്ന ഇതിൽ നിറച്ചിട്ട് അത് ഈ ഐസിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. ഭടക്കർ മടക്കേമേ ഡാൽ ദിയേ, മടക്കയിൽ വെച്ചു. തബ് തക് 1 ബജ് ഗയാ താ. അപ്പോഴേക്കും എത്ര സമയമായി? 1 മണി. എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്ത്? 9 ബജെ സ്റ്റാർട്ട് ചെയ്തു. 10 ബജെ ആയപ്പം പാല് ശരിയായി. 11 ബജെ അതായത് 11 o'clock ആയപ്പം ചാച്ചാജി പോയി ഐസ് വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഇതെല്ലാം തയ്യാറായി വരുമ്പോഴേക്ക് 1 ബജെ 1 മണിയായി. ബജ് ഗയാ താ. ദിവാകറിനെ ദാദാജി സെ പൂച്ച. അപ്പം ദിവാകർ നമ്മുടെ കുട്ടിയില്ലേ, അപ്പം ദാദാജിയുടെ അടുത്ത് പോയി ചോദിച്ചു, ദാദാജി കുൽഫി കബ് തക് ബനേഗി. അപ്പോൾ ദാദാജിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ എന്താ? കുൽഫി കബ് തക്, എത്ര മണിയാകുമ്പോഴേക്കും, എപ്പോഴേക്കും, ബനേഗി ആവും. അപ്പോൾ ഈ കുൽഫി എത്ര മണിയാകുമ്പോഴേക്കും ആവും? ദാദാജിനെ കഹാ, ദാദാജി പറഞ്ഞു, ബേട്ടാ 5 ബജെ തക് ബനേഗി. 5 ബജെ എന്ന് പറഞ്ഞാൽ 5 o'clock, 5 മണി, 5 മണിയാകുമ്പോഴേക്കും ആവും എന്ന് പറഞ്ഞു. ദിവാകർ മീനാക്കെ സാത്ത് ഖേൽനെ ചലാ ഗയാ. ഇപ്പം ദിവാകർ എന്ത് വിചാരിച്ചു? കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ മീന സിസ്റ്റർ ആണല്ലേ, മീനാക്കെ സാത്ത് ഖേൽനെ ചലാ ഗയാ, കളിക്കാൻ പോയി. കുച്ച് ദേർ ബാദ് ദിവാകർ ने दादाजी के पास जाकर पूछा, दादाजी क्या बजा है. അപ്പോൾ കുച്ച് ദേർ കെ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, ദിവാകറിനെ ദാദാജി കെ പാസ് ജാക്കർ, ദാദാജിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു. പൂച്ച, ദാദാജി ക്യാ ബജാ ഹെ, എത്ര മണിയായി. ക്യാ ബജാ ഹെ എന്ന് പറഞ്ഞാൽ എത്ര മണിയായി. ദാദാജിനെ അപ്നെ കമരെ മേ ലഗെ ഘണ്ടേ കി ഓർ ദേക്കർ കഹാ. ദാദാജി അപ്നെ കമരെ, സ്വന്തം റൂമിലുള്ള ഘണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക്, ഘണ്ടേ കി ഓർ ദേക്കർ, ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. കഹാ പറഞ്ഞു, ബേട്ടാ 2 ബജെ ഹെ. അപ്പോൾ 1 മണിക്കായിരുന്നു വെച്ചത്, ഇപ്പം സമയം എത്രയായി? 2 ബജെ ഹെ, ഇപ്പം 2 മണിയായിട്ടുണ്ട്, 2 o'clock ആയി. ദിവാകർ ബിച്ചേനി സെ 5 ബജനേക്ക് പ്രതീക്ഷ കർത്താ രഹ. 5 മണിയാവാൻ വെയിറ്റ് ചെയ്തു. കുച്ച് സമയ ബാദ് വ ഫിർ ദാദാജി കെ പാസ് ആ ഗയാ ഓർ പൂച്ച. കുച്ച് സമയക്ക് ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, അതായത് ദിവാകർ, അവൻ ഫിർ ദാദാജി കെ പാസ് ആ ഗയാ. ഫിർ ദാദാജി കെ പാസ് എന്ന് പറഞ്ഞാൽ പിന്നെയും ദാദാജിയുടെ അടുത്ത് വന്നു. ഗയാ ഓർ പൂച്ച, വന്നിട്ട് ചോദിച്ചു, ദാദാജി അബ് ക്യാ ബജാ ഹെ. ദാദാജി ഇപ്പം സമയം എത്രയായി. ദാദാജിനെ ഫിർ ഘണ്ടേക്ക് ഓർ ദേക്കാ. ദാദാജി പിന്നെയും ക്ലോക്കിൻ്റെ അടുത്തേക്ക് നോക്കി. ഓർ ബോല, ബേട്ടാ 3 ബജെ, 3 മണിയായി. ഇതാണ്ടോ ക്ലോക്കിൽ 3 മണിയായി. ദിവാകറിനെ ഭോലേപ്പൻ സെ ഖുഷ് ഹോക്കർ കഹ. പെട്ടെന്ന് ദിവാകറിന് ഭയങ്കര ഖുഷ് ഹോക്കർ എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ദാദാജി 2 और 3 5 ഹോത്തെ ഹേ. ഇപ്പം നേരത്തെ വന്നപ്പോൾ എത്ര മണിയായിരുന്നു? 2 o'clock. ഇപ്പോൾ വന്നപ്പോഴോ 3 o'clock. അപ്പോൾ 2 + 3 5 ആയി. അപ്പോൾ ഇപ്പോൾ 5 o'clock ആയില്ലേ. तो अब 5 बज गए. അപ്പോൾ ഇപ്പോൾ 5 മണിയായി. ഇസ്ലിയെ ഖുൽഫി ഖാ സക്തേ ഹേ. അപ്പം ഖുൽഫി കഴിക്കാൻ പറ്റും. അത് ശരിയാണോ? അല്ല അല്ലേ? പക്ഷേ ദിവാകർ ചെറിയ കുട്ടിയാണ്, ദിവാകറിന് സമയത്തിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. അപ്പം ദിവാകർ 2 മണി കഴിഞ്ഞിട്ട് 3 മണി ആയതേ ഉള്ളൂ. അതേപോലെ നമ്മൾ ക്ലോക്കിൽ വെയിറ്റ് ചെയ്യണം. 3 മണി കഴിഞ്ഞാൽ 4 മണിയാവും, 4 മണി കഴിഞ്ഞാൽ 5 മണിയാവും. അപ്പോഴേ ഖുൽഫി റെഡി ആവുള്ളൂ. പക്ഷേ ദിവാകർ നന്നായിട്ട് കണക്ക് ആഡ് ചെയ്യാൻ പഠിച്ചു, ചെറിയ കുട്ടിയാണെങ്കിലും. എന്നിട്ട് പറയാ 2 + 3 = 5 എന്ന്. ദാദാജി ഹാസ് പടേ. ദാദാജിക്ക് ചിരി വന്നു. കുഞ്ഞു മോനല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദാദാജിക്ക് ചിരി വന്നു. ഉന്നെ ദിവാകർ കെ കുശാഗ്ര ബുദ്ധി പർ ബഹുത് ആനന്ദ് ആയ. അപ്പോൾ ദിവാകർ കണ്ടോ എത്ര ഷാർപ്പായിട്ടാണ് മാത്സ് കൂട്ടിയത്. ഇത്രയും ചെറിയ കുട്ടിയായിട്ടും ആഡ് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ. ആ ഒരു ബുദ്ധി കണ്ടപ്പോൾ ദാദാജിക്ക് ഭയങ്കര സന്തോഷമായി.
ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവരും ഈ ചാപ്റ്റർ വായിച്ചു നോക്കണം. ആദ്യത്തെ കവിതയും പിന്നെയുള്ള ഈ സ്റ്റോറിയും വായിക്കണം. എക്സസൈസൊക്കെ നന്നായി ചെയ്യണം. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ ബായ്.